Hello guys, welcome back my YouTube channel. It's me Hacker JD. Okay guys, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടെക്നിക്കൽ ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിനെ പറ്റിയാണ്. എന്താണ് നെറ്റ്വർക്ക്, എന്താണ് പബ്ലിക് നെറ്റ്വർക്ക്, എന്താണ് പ്രൈവറ്റ് നെറ്റ്വർക്ക്, എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഡേറ്റ പാക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റത്തെ റോയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഫസ്റ്റത്തെ റോയിൽ ഇവിടെ ഒരു ലോറി അങ്ങോട്ടും പോകുന്നു, ഇവിടുന്ന് ലോറി ഇങ്ങോട്ടും വരുന്നു. ഇവിടെ എന്താണ് പിന്നെ സംഭവിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ എന്താണ് ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണ്. ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പുറകെ വരുന്ന വണ്ടികളെല്ലാം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സീന്ന് എഴുതിയിരിക്കുന്നത് കാറാണ്. അതായത് രണ്ട് കാറും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുക? കുറച്ച് ബുദ്ധിമുട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ പോകാം. ഓക്കെ, മൂന്നാമത്തെ നോക്കുക, ഒരു ബൈക്കാണ്. ബൈക്ക് അങ്ങോട്ടും വരുന്നു, അങ്ങോട്ടും പോകുന്നു, ഇങ്ങോട്ടും വരുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ എന്താണ് സുഖമായിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് നെറ്റ്വർക്കിലൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു MB ഇമേജ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഒരു വലിയൊരു ലോറിയെ പോലെയാണ്. ഓക്കെ, ഒരു കുറേ ഫയലുകൾ എന്താണ് ഫുൾ സൈസിൽ നമ്മൾ അയച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ എന്താണ്? അവിടെ നെറ്റ്വർക്ക് ബ്ലോക്ക് ആവും. നമ്മൾ ലോറിയുടെ കേസ് പറഞ്ഞ പോലെ അവിടെ എന്താണ്? നെറ്റ്വർക്ക് ബ്ലോക്ക് ആവും. ഇല്ലെങ്കിൽ എന്താണ്? നെറ്റ്വർക്കിൽ കൺജക്ഷൻ വന്നു എന്ന് പറയാം, ഇല്ലെ ബോട്ടിൽ നെക്ക് എന്നൊക്കെ പറയാറുണ്ട്. ഒരു വലിയ ഫയലിനെ നമ്മൾ എന്താണ് ചെറിയ ചെറിയ പീസുകളായിട്ട് അയക്കും. ഓക്കെ, ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ഒരു MB ഇമേജ് ഉണ്ട്. ഇതിനെന്താണ് ചെറിയ ചെറിയ പീസുകളാക്കി. ഓക്കെ, എന്നിട്ട് ഓരോ പീസിനെയും ഓരോ ഡേറ്റ പാക്കറ്റിനെയും നമ്മൾ എന്താണ് അയക്കും. ഓക്കെ, ഇവിടെ എന്താണ് 8 KB വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അയക്കും. ഓക്കെ, ഇത് 8 KB തൊട്ട് 13 KB വരെ ഒരു ഡേറ്റ പാക്കറ്റ് വരാം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഇതിന്റെ കൂടെ ഈ പോകുന്ന പാക്കറ്റിന്റെ കൂടെ എന്താണ് പ്രോട്ടോകോളും ഏത് പ്രോട്ടോകോളാണെന്നും കൂടെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുക. ഓക്കെ, ശരിക്കും രണ്ട് പ്രോട്ടോകോളാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് TCP മറ്റൊന്ന് UDP ആണ്. TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഓക്കെ, ഈ TCP ശരിക്കും നമ്മൾ TCP IP പ്രോട്ടോകോൾ സൂട്ടിനെ പറ്റിയൊക്കെ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. TCP എന്ന് പറഞ്ഞാൽ ശരിക്കും TCP IP പ്രോട്ടോകോൾ സൂട്ട് എന്ന് പറയാം. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു. ഇന്റർനെറ്റ് ഉണ്ടാകാൻ തന്നെ കാരണം എന്താണ്? ഈ TCP IP പ്രോട്ടോകോൾ ആണ്. ഫാദർ ഓഫ് ഇന്റർനെറ്റിനെ പറ്റി, വിൻസർഫിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതിൽ നമ്മൾ എന്താണ് IP എന്നൊരു സബ്ജക്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? TCP യെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, TCP ഈ പാക്കറ്റ് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് TCP അല്ലെങ്കിൽ UDP ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്തായാലും TCP നോക്കാം. TCP എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പം എക്സാമ്പിളിന് ഞാൻ എന്താണ് ഒരു MB ഫയൽ എന്താണ് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എന്നിട്ട് എന്താണ് റിസീവറിലേക്ക് അയച്ചു. ഇപ്പോൾ എന്താണ് ഇവിടെ 4ാമത്തെയും 6ാമത്തെയും പാക്കറ്റ് എററാന്ന് വെച്ചു. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇവിടെ ഈ മുഴുവൻ ഫയലുകളും ഈ ഒരു MB ഫയൽ എന്താണ് ഇപ്പുറത്തെ റിസീവറിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ആ ഫോട്ടോ എററാന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കും? ഡേറ്റ കറപ്റ്റഡ് ഉണ്ടാവും. ഓക്കെ, ഡേറ്റ എററാവും. അപ്പൊ ഇങ്ങനെ ഒരു കറപ്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TCP യൂസ് ചെയ്യുന്നത്. TCPക്ക് ഒരു പ്രത്യേകതയുണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ സെൻഡറാണ്, ഇത് റിസീവറാണ്. ഒരു MB ഫയൽ എന്താണ് ഞാൻ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി. ഈ പാക്കറ്റുകളാക്കുന്ന ആരാന്ന് വെച്ചാൽ അത് കമ്പ്യൂട്ടർ തന്നെ ആക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ തന്നെ ആക്കും. അതിന്റെ കൂടെ എന്താണ് ഏത് പ്രോട്ടോകോളിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതെന്നും സെറ്റ് ചെയ്തു ആ പ്രോട്ടോകോൾ അനുസരിച്ച്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു MB ഫയൽ എന്താണ് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടു. ഓക്കെ, ഇവിടുന്ന് എന്താണ് TCPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് ഫസ്റ്റ് വരുന്ന പാക്കറ്റ് അങ്ങോട്ട് പോയി, റിസീവറിലേക്ക് പോയി. എന്താണ് അവിടുന്ന് എന്താണ് തിരിച്ച് ഒരു റെസ്പോൺസ് വന്നു, എനിക്ക് ആ പാക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, നെക്സ്റ്റ് ഇതേ സ്റ്റെപ്പ് എന്താണ്, എത്രത്തോളം നമുക്ക് 1 MB എന്ന് പറയുമ്പോൾ ഒരുപാട് പാക്കറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ 1 GB 2 GB 4 GB എന്നൊക്കെ ലക്ഷക്കണക്കിന് പാക്കറ്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് TCP വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ടൊരു എന്താണ് ഈ റിസീവറിലേക്ക് ഒരു പാക്കറ്റ് പോയി, അവിടുന്ന് എന്താണ് തിരിച്ച് കിട്ടി എന്നൊരു റെസ്പോൺസ് വന്നു കഴിഞ്ഞിട്ടേ അടുത്ത പാക്കറ്റ് എന്താണ് അയക്കത്തുള്ളൂ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് TCP വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം TCP എന്താണ് തിരിച്ച് ഈ റിസീവറിന്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നൊരു റെസ്പോൺസ് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? TCP ആദ്യം എന്താണ് ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുക്കും, റിസീവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും, തിരിച്ചൊന്നും വന്നില്ലെങ്കിൽ എന്താണ് രണ്ടാമത് വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുക്കും, പിന്നെയും വന്നില്ലെങ്കിൽ എന്ത് പറ്റും, മൂന്നാമത് വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുക്കും. അങ്ങനത്തെ തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കണക്ഷൻ റീസെറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് മുതൽ പിന്നെ പാക്കറ്റ് റൺ ആവും. TCP ഇത്തരത്തിൽ എന്താണ് വർക്ക് ചെയ്തില്ല എങ്കിൽ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം 4 GB ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. അതിൽ നിന്ന് 1-2 പാക്കറ്റ് എറർ ആയി കഴിഞ്ഞാൽ എന്താണ് ഈ 4 GB ഡേറ്റയും മൊത്തത്തിൽ എന്താണ് നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. ഓക്കെ, അത്തരത്തിലൊരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് TCP നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വേസ്റ്റ് ഓഫ് ടൈം ആണ്. നമ്മുടെ ഇത്രയും സമയം നമ്മൾ നഷ്ടപ്പെടുത്തി. അതേപോലെ തന്നെ വേസ്റ്റ് ഓഫ് ഇന്റർനെറ്റും വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ 4 GB എന്ന് പറയുന്നത് 4 GB നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് TCPയെ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്ന് വിളിക്കും. TCPയെ നമുക്ക് എന്താണ് റിലയബിൾ പ്രോട്ടോകോൾ എന്ന് പറയാം. റിലയബിൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന പ്രോട്ടോകോളാണ്. ഓക്കെ, അപ്പം ഈ TCPക്ക് എന്താണ് കുറച്ച് പ്രോസസ് ഉണ്ട്. അതായത് ഈ ഡാറ്റ പാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനും വരുന്നതിനൊക്കെ എന്താണ് ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ TCPക്ക് ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട് TCPക്ക്. അതായത് നമ്മൾ TCP ഫ്ലാഗ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കാം. TCP ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? TCP ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു 6 ഫ്ലാഗ് ആണ് മെയിൻലി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, 6 ഫ്ലാഗുകളാണ് നമുക്ക് മെയിൻലി പഠിക്കേണ്ടതായിട്ടുള്ളത് TCP ഫ്ലാഗ്സ്. നമ്മൾ ഫസ്റ്റത്തെ ഫ്ലാഗ് എന്താണ്? SYN ഫ്ലാഗ്, SYN ഫ്ലാഗ്. SYN എന്ന് പറഞ്ഞാൽ സിൻക്രണൈസ് ഫ്ലാഗ്. ഓക്കെ, സിൻക്രണൈസ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻക്രണൈസ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഗിൽ നിന്നാണ് എന്താണ് ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ TCP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് തന്നെയുണ്ട്. TCP 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ എന്താണ് നമുക്ക് ഈ 6 ഫ്ലാഗിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞു പോവാം. അതിനുശേഷം നമുക്ക് ഈ SYN ഫ്ലാഗ് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു പാക്കറ്റിന്റെ അകത്ത് SYN എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഫ്ലാഗ് ആണ് FIN ഫ്ലാഗ്. FIN ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിനിഷ് പാക്കറ്റ്. ഓക്കെ, ഫിനിഷ് ഫ്ലാഗ് ആണ്. FIN ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് പാക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ FIN ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ SYNന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. SYN ഫ്ലാഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ FIN ഒരു കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുന്ന ഒരു ഫ്ലാഗാണ്. അതിന് നമ്മൾ ഒരു കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ എന്താണ് FIN ഫ്ലാഗ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ACK ഫ്ലാഗ്. ACK ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അക്നോളജ്മെന്റ് ഫ്ലാഗ് എന്നാണ് അതിന്റെ അർത്ഥം. എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസീവർ തിരിച്ച് റിപ്ലൈ തരുമ്പോൾ നമ്മൾ അക്നോളജ്മെന്റ് ഫ്ലാഗും കൂടിയാണ് അയക്കുന്നത്. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് RST എന്ന് പറഞ്ഞാൽ റീസെറ്റ് കണക്ഷനെ പറ്റി നമ്മൾ നോക്കിയിരുന്നു. അതായത് TCP 3 വട്ടം എന്താണ് റിക്വസ്റ്റ് പോകും, അവിടുന്ന് തിരിച്ചൊന്നും റിപ്ലൈ വരാത്തത് കൊണ്ട് എന്താണ് നമ്മൾ RST റീസെറ്റ് കണക്ഷൻ ചെയ്യും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ URG ഫ്ലാഗ്. ഈ URGയും PSHഉം സെയിം വർക്കിംഗ് ആണ്. ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. URG എന്ന് പറഞ്ഞാൽ അർജന്റ്, PSH എന്ന് പറഞ്ഞാൽ പുഷ് ഫ്ലാഗ്. ഓക്കെ, ഈ URGയും PSH പാക്കറ്റും പെട്ടെന്ന് അയക്കണം എന്നതാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം വരുന്നത് ഇപ്പം ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഗ്രൂപ്പ് പാക്കറ്റിനെ അതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, ബഫർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ സെറ്റ് ഓഫ് ഗ്രൂപ്പ് പാക്കറ്റിനെ ഒരുമിച്ച് അയക്കണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് PSH ഫ്ലാഗ് യൂസ് ചെയ്യും. ഓക്കെ, PSH ഫ്ലാഗ് നമ്മൾ യൂസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ഗ്രൂപ്പ് പാക്കറ്റിന് അയക്കണമെങ്കിൽ PSH അയക്കും. ഇല്ലെങ്കിൽ എന്താണ് ഒരു സിംഗിൾ പാക്കറ്റിന് നമ്മൾക്ക് അർജന്റായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് എന്താണ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ URG ഫ്ലാഗ് അയക്കും. ഇത് രണ്ടും എന്താണ് സെയിം ആണ്, പെട്ടെന്ന് അയക്കണം എന്ന് തന്നെയാണ്, പക്ഷെ വ്യത്യാസം വരുന്നത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് CWP ഫ്ലാഗ് ഉണ്ട്, ECE ഫ്ലാഗ് ഉണ്ട്. ECE ഫ്ലാഗ്, ഈ 2 ഫ്ലാഗും എക്സ്പെരിമെന്റൽ ഫ്ലാഗ് ആണ്. ഇത് നമ്മൾ
അധികം യൂസ് ചെയ്യാറില്ല, എക്സ്പെരിമെന്റലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാഗ് ആണ്. അതുകൊണ്ട് എന്താണ് ഇതിനെപ്പറ്റി നമ്മൾ എന്താണ് നോക്കാറുമില്ല. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തതാണ്. പിന്നെ വരുന്നത് എന്താണ്, ഒരു നൾ ഫ്ലാഗ്. നൾ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നത്തിങ്, അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഫ്ലാഗിന്റെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഇനി എന്താണ് കണക്ഷൻ TCPക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. അതായത് 3-way ഹാൻഡ് ഷേക്കിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് എന്താണ് ഒന്ന് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ക്ലയന്റ് ഉണ്ട്, ഇത് ക്ലയന്റ് ആണ്, ഇത് സെർവർ ആണ്. ഓക്കെ, നമ്മൾ എന്താണ് ക്ലയന്റിന്റെ അവിടുന്ന് എന്താണ് ഒരു സിൻ ഫയൽ നമ്മൾ അയച്ചു. സിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കണക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ആണ് സിൻ ഫ്ലാഗ്. ഈ സിൻ ഫ്ലാഗ് അയച്ചു, ഇവിടുന്ന് എന്താണ് സെർവറിന്റെ അവിടുന്ന് തിരിച്ച് റെസ്പോൺസ് വന്നു, സിൻ ഫ്ലാഗ് വന്നു. സിൻ ഫ്ലാഗ് പ്ലസ് അക്നോളജ്മെന്റ് വന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു സെർവറിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സിൻ ഫ്ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചെന്താണ് അക്നോളജ്മെന്റ് ഫ്ലാഗ് നിർബന്ധമായിട്ടും വരണം. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ആദ്യം സിൻ ഫ്ലാഗ് ക്ലയന്റ് ഭാഗത്തുനിന്ന് സെർവറിലേക്ക് അയച്ചു. ഇവിടുന്ന് എന്താണ് സിന്നും പ്ലസ് അക്നോളജ്മെന്റ്. കാരണം ഇവിടെ സിന്ന് കിട്ടി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അക്നോളജ്മെന്റ് ഫ്ലാഗും വന്നു. തിരിച്ചെന്താണ് നമുക്ക് ഇവിടെ സിൻ ഫ്ലാഗ് വന്നായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ എന്താണ് തിരിച്ച് അക്നോളജ്മെന്റ് ഫ്ലാഗ് അയക്കും. അതായത് സിൻ ഇവിടെ കിട്ടി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അക്നോളജ്മെന്റ് ഫ്ലാഗ് സെർവറിലേക്ക് അയക്കും. ഓക്കെ, ഇങ്ങനെ ഈ 3-way ഹാൻഡ് ഷേക്ക് എന്നാണ് പറയുന്നത് ഈ കോൺസെപ്റ്റിന്. TCP എന്താണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് വരുന്ന ഒരു പ്രോസസ്സാണ് ഇത്. അതിനുശേഷമാണ് പാക്കറ്റുകൾ അങ്ങോട്ട് സെൻഡ് ആകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് 3-way ഹാൻഡ് ഷേക്ക്. ഇനി അതേപോലെ തന്നെ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാനും TCPക്ക് ഒരു പ്രോസസ് ഉണ്ട്. കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണ് ഈ TCPക്ക് ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ. ഇവിടെ ക്ലയന്റിന്റെ അവിടുന്ന് എന്താണ് ഫിൻ ഫ്ലാഗ്. ഫിൻ ഫ്ലാഗ് നമുക്കറിയാം ഫിനിഷിംഗ് ഫ്ലാഗ്. ആ ഒരു എന്താണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്, കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണെന്ന് അറിയിക്കുന്ന ഒരു ഫ്ലാഗാണ് ഫിൻ ഫ്ലാഗ്. ഫിൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് ഫ്ലാഗ്. ഓക്കെ, നമ്മൾ ക്ലയന്റ് അവിടെ നിന്ന് അങ്ങ് സെർവറിലേക്ക് റിക്വസ്റ്റ് പോയി, ഫിൻ ഫ്ലാഗ് പോയി, അവിടുന്ന് എന്താണ് തിരിച്ചൊരു അക്നോളജ്മെന്റ് വന്നു. അത് ഫിൻ ഫ്ലാഗ് വന്നായിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അക്നോളജ്മെന്റ് ഫ്ലാഗ് വന്നു. അതിനുശേഷം സെർവറിന്റെ ഭാഗത്തുനിന്ന് ക്ലോസ് വെയിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാം. കുറച്ച് ടൈം എന്താണ് ഇവിടെ എന്താണ് വെയിറ്റ് ചെയ്യും. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഈ സെർവർ നമ്മുടെ ഈ കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെമ്പററി ഫയലുകളൊക്കെ എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടെമ്പററി ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ് ക്ലോസ് വെയിറ്റ് എന്ന് കാണുന്നത്. അതിനുശേഷം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഫിൻ ഫ്ലാഗ് വരും. ഓക്കെ, നമ്മൾ എന്താണ് കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സെർവറിന്റെ ഭാഗത്തുനിന്ന് ഫിൻ ഫ്ലാഗ് വരും. നമ്മൾ തിരിച്ച് അക്നോളജ്മെന്റ് കൊടുത്ത് ഇവിടെ എന്താണ് കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് എന്താണ് കണക്ഷൻ ടെർമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പം TCPക്ക് രണ്ട് രീതിയിലുള്ള എന്താണ് ഒരു പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് എന്താണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കണക്ഷൻ ടെർമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണ് എന്താണ് TCPക്ക് ഇത്തരത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനും ഉള്ളത് കൊണ്ടാണ് എന്താണ് TCPയെ നമ്മൾ എന്താണ് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് TCPയുടെ ജനറൽ കോൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ചുരുക്കത്തിൽ TCP കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്, റിലയബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പ്രോട്ടോകോൾ ആണ്. എന്താണ് സ്ലോ ആണ്. ഓക്കെ, TCP സ്ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോട്ടോകോൾ ആണ് UDP എന്ന് പറഞ്ഞാൽ എന്താണ് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിനെന്താണ് ഈ 3-way ഹാൻഡ് ഷേക്കിങ്ങും കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാനും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു TCPക്ക്. അത്തരത്തിൽ എന്താണ് ഒരു പ്രോസസ്സും ഇല്ല UDPക്ക്. UDP എന്താണ് നേരെ പാക്കറ്റുകൾ സെർവറിലേക്കോ ഇല്ലെങ്കിൽ എന്താണ് ക്ലയന്റിലേക്കോ സെർവറിലേക്ക് അയക്കുകയാണ്. അവിടെ എത്തിയോ ഇല്ലയോ എന്നും UDPക്ക് അറിയേണ്ട കാര്യമില്ല. ഓക്കെ, അതെന്താണ് അതുകൊണ്ട് എന്താണ് ലെസ് റിലയബിൾ ആണ്. അവിടെ എന്താണ് ലെസ് റിലയബിൾ ആണ്. അതേപോലെ തന്നെ ഫാസ്റ്ററുമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അവിടുന്ന് തിരിച്ച് റെസ്പോൺസ് ഒന്നും വരേണ്ട കാര്യമില്ല UDPക്ക്. അത് നോക്കേണ്ട കാര്യം ചിലപ്പോൾ ഒന്നെങ്കിൽ എത്താം, ഇല്ലെങ്കിൽ എത്താതിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും എറർ സംഭവിക്കാം, ഏതെങ്കിലും ഒരു പാക്കറ്റ് എറർ സംഭവിക്കാം. അതൊന്നും എന്താണ് UDPയെ സംബന്ധിച്ച് ഒരു കാര്യമില്ല. ഈ ഒരു രീതിയിലാണ് TCPയും UDP. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ UDP എന്താണ് നമ്മൾ ഈ ലൈവ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ.
അതായത് ഈ റെക്കോർഡഡ് വീഡിയോ ഫുള്ള് ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ TCP ആണ്. UDP നിങ്ങൾ കണ്ടില്ലേ, ഫേസ്ബുക്ക് ലൈവിലൊക്കെ ചിലവർ കാണാറുണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈവിലൊക്കെ എന്താണ് നമ്മുടെ ലൈവ് വീഡിയോ വരുമ്പോൾ എന്താണ് ഫേസ്ബുക്കിന്റെ ലൈവിലൊക്കെ ക്ലാരിറ്റി അത്ര നഷ്ടപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എറർ വരാം. അങ്ങനെ എന്താണ് ലൈവ് വീഡിയോയിൽ കുറച്ച് എറർ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അതെന്താണ് അവിടെ UDP ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിലൊക്കെ ലൈവ് വരാറുണ്ട്, പക്ഷെ അവിടെ UDP പ്ലസ് TCP ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ യൂട്യൂബ് ലൈവിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരത്തിൽ എന്താണ് UDP ആണ് മെയിൻലി വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ഡേറ്റ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം യൂട്യൂബിൽ എന്താണ് ഇതുപോലെ ലോഡിങ് എന്ന രീതിയിൽ നമുക്ക് എന്താണ് ഒരു ഇമേജ് കാണാൻ പറ്റും, ഒരു കറങ്ങുന്ന രീതിയിലായിട്ട്. ഓക്കെ, അതിന്റെ ആ ടൈമിൽ എന്താണ് പെട്ടെന്ന് തന്നെ TCP പ്രോട്ടോകോൾ യൂസ് ചെയ്ത് ആ ഡേറ്റനെ കറക്റ്റായിട്ട് പാക്കറ്റ് റെഡിയാക്കിയിട്ട് പിന്നെ തിരിച്ചയച്ചിട്ട് പിന്നെ വീണ്ടും UDP സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു രീതിയിലാണ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് യൂട്യൂബ് ലൈവ് വീഡിയോയിലൊക്കെ അത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറില്ല. ഓക്കെ, എന്നിരുന്നാലും ഇതാണ് UDP TCP പ്രോട്ടോകോൾ. ഈ UDPയും TCPയും നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പം TCP UDP എന്താണെന്ന് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.